ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല പാലക്കാടൻ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. ശർക്കര 1/2 കിലോ, ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു 3/4 കിലോ പച്ചരി എടുത്ത് നന്നായി വെള്ളത്തിൽ കുതിർത്ത് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടൈപ്പ് അപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മധുരമുള്ളത്, ഒന്ന് മധുരമില്ലാതെ ഉപ്പ് ഇട്ടിട്ടുള്ള അപ്പം. അപ്പോൾ അതിന് ആദ്യം 2 ഗ്ലാസ് അരിയുടെ പൊടി ശർക്കര അപ്പത്തിനായിട്ട് മാറ്റി അത് 1/2 കിലോ. അപ്പോൾ 1/2 കിലോ പച്ചരിക്ക് 1/2 കിലോ ശർക്കര അത് നന്നായിട്ട് ഉരുക്കി അതൊരു പരുവത്തിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ പച്ച പൊടി അതിലേക്ക് 4 പാളയംകോടൻ പഴം നന്നായി ഞെരടി പിടിപ്പിച്ചതിലേക്ക് ഈ ശർക്കര ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 6 ഏലക്കായ കൂടി പൊടിച്ചിടുക. എന്നിട്ട് ഇനി അത് പാകത്തിന് ശർക്കര ഒഴിച്ച് അതിൻ്റെ ഒരു അപ്പം ഒഴിക്കുന്ന കുറച്ച് തിക്കും ദോശമാവിൻ്റെ അത്രയും ലൂസാകണ്ട, കുറച്ച് കട്ടിയായിട്ട് നമ്മൾ അത് പാകത്തിന് ശർക്കര ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നാളികേരം ഉണക്കത്തേങ്ങ അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ട് അത് നമ്മളിതിൽ ചേർത്ത് 1 മണിക്കൂർ വെച്ചിരിക്കണം. അപ്പോഴേ മാവ് നന്നായി വീർക്കുള്ളൂ. അപ്പോൾ ഇത് വേറെ ഉപ്പിട്ടുണ്ടാക്കുന്ന അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണത്. അതിന് നമ്മൾ ഈ 1/4 കിലോ അരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 1/4 കിലോ പച്ചരി കുതിർത്ത് പൊടിച്ച് വെച്ചേക്കുന്നതിലേക്ക് 4 പപ്പടം അത് നന്നായിട്ട് മുങ്ങാൻ പറ്റുന്ന പാകത്തിന് തൈരൊഴിച്ച് കുതിർത്ത് വയ്ക്കും. എന്നിട്ട് ഈ തൈരിലേക്ക് ഈ പപ്പടം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ഈ ശർക്കര മാവ് നമ്മൾ തയ്യാറാക്കി വെച്ച ശേഷം ആ മാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ നമ്മളിനി ഇപ്പോൾ പഴവും അരിപ്പൊടിയും ശർക്കരയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് വളരെ കുറച്ച് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് മാവ് നന്നായിട്ട് വീർക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന ആ സമയം മറ്റേ അരിയിൽ എന്ത് ചെയ്യുക, ഈ പപ്പടവും തൈരും കൂടി മിക്സ് ചെയ്ത മിശ്രിതം ചേർക്കുക, പാകത്തിന് ഉപ്പിടുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കടുകും കൂടി താളിച്ച് അതിലേക്ക് കൊട്ടി ഇളക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ അതിലും ഒരല്പം ബേക്കിംഗ് സോഡ നമുക്ക് ചേർക്കാം. ഒന്ന് മാവ് എടുത്ത് പറയാനാണ് കുറച്ചും കൂടി സോഫ്റ്റാണ്. അപ്പോൾ 2 മാവ് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാണ്. ശർക്കര അപ്പത്തിന് പച്ചരി നല്ലപോലെ കുതിർത്ത് പൊടിച്ചത് 1/2 കിലോ ശർക്കര, 6 ഏലക്കായ പൊടിച്ചത്, 1 ഉണക്ക നാളികേരത്തിൻ്റെ തേങ്ങ വളരെ നൈസായിട്ട് അരിഞ്ഞ് നെയ്യിൽ കോരി വെച്ചത്, 1 നുള്ള് ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ശർക്കര കൊണ്ടുള്ള അപ്പം, ഉണ്ണിയപ്പം. പിന്നെ അതിന് ചുട്ടെടുക്കാൻ ആവശ്യത്തിനുള്ള നെയ്യും. ഇനി മധുരമില്ലാത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ പച്ചരി, 4 പപ്പടം, അത് മുങ്ങാൻ പാകത്തിനുള്ള തൈര്, പാകത്തിന് ഉപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കടുക്, കറിവേപ്പില, താളിക്കാൻ ആവശ്യമായ എണ്ണ. ഇനി അത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ 2 മാവും തയ്യാറാക്കി മാറ്റി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പച്ചട്ടി വെച്ച് അതിൽ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം അതിലേക്ക് പകരും. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അപ്പച്ചട്ടിയിൽ അപ്പം വെന്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഒരു ഭാഗം വേകുമ്പോൾ ഫ്ലെയിം ഒന്ന് ചുരുക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇതായി വരുന്നുണ്ട്. അടർന്ന് കിട്ടുന്നതിനനുസരിച്ച് നമുക്കത് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇത് പ്യുവർ നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു രുചി വേറെയാണ്. ഇത് ശരിക്കും അമ്മയുടെ ഒരു സ്പെഷ്യലാണ്. കഴിച്ചവരൊക്കെ വീണ്ടും വീണ്ടും
ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഈ അപ്പം കുറച്ച് ഫേമസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ നെയ്യിൽ ചുട്ടെടുക്കുക എന്നുള്ളതും ഈ പഴം തിരുമ്മി പിടിപ്പിക്കലൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ടേസ്റ്റ് മേക്കേഴ്സ് എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ. മറ്റേ അപ്പത്തിൽ ആ പപ്പടം തൈരിൽ കുതിർത്ത് ചേർക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ശർക്കര അപ്പം 2-3 ദിവസം നമുക്ക് കേടുകൂടാതെ നന്നായിട്ട് എടുക്കുന്നത് ഇപ്പം നന്നായി മറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ വെള്ള ഉണ്ണിയപ്പം ചൂടോടുകൂടി തന്നെ കഴിക്കണം, അതല്ലെങ്കിൽ പിന്നെ അത് ഹാർഡായിപ്പോവും. ഇപ്പം അത് ഇൻസ്റ്റൻ്റായിട്ട് അന്ന് കഴിക്കാൻ ഉണ്ടാക്കുന്ന പിറ്റേ ദിവസത്തേക്ക് കേടാവത്തൊന്നുമില്ല. പക്ഷെ അപ്പം കഴിക്കുന്ന നല്ലത്. ശർക്കര അപ്പം ഇപ്പോൾ റെഡിയായി. ഇത് നമ്മളിപ്പോൾ വെള്ള ഉണ്ണിയപ്പമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വിട്ടിട്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. അതിലങ്ങനെ ശർക്കര ചേർത്തിട്ടില്ലല്ലോ, പഴവും ചേർക്കാത്ത കാരണം കുറച്ച് പെട്ടെന്ന് തന്നെ അത് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെയ്യപ്പവും റെഡിയാണ്. മധുരമില്ലാത്ത ഉപ്പിട്ട ഉണ്ണിയപ്പവും റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതങ്ങനെ അമ്മയുടെ കാഞ്ചൂസിൻ്റെ ഒരു സ്പെഷ്യൽ പലഹാരങ്ങളാണ് രണ്ടെണ്ണം. അത് ഒരുമിച്ച് നമ്മൾ അരിയ പൊടിക്കുമ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് രണ്ടും ഒരുമിച്ച് ഇപ്പോൾ വീട്ടിലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഇനിയും ഇതുപോലത്തെ നല്ല നാടൻ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹലോ എവരിവൺ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ പാൻ ടു സാപ്പിയൻസ് എന്ന ചാനലാണ്. സോ ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന വീഡിയോ ഈസ് അവർ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇനി പാൻ ടു സാപ്പിയൻസ് കാണുകയാണെങ്കിൽ ഞങ്ങൾ 4 പേരായിരിക്കും മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. എൻ്റെ പേര് അനാമിക, പിന്നെ എനിക്ക് 2 അനിയന്മാരുണ്ട്, അതുൽ ആൻഡ് ആദർശ്, പിന്നെ ഒരു അനിയത്തി അവന്തിക. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ടൈം എൻജോയബിളും ഹാപ്പിനെസ്സും ആക്കാനാണ് ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ ഞങ്ങളുടെ വീഡിയോസ് കാണുക ആൻഡ് സപ്പോർട്ട് അസ്. താങ്ക് യു സോ മച്ച്.